എനിക്ക് ഈ പുസ്തകം കണ്ടപ്പോൾ വേറെ സംഗതി പുസ്തകം റെഫറൻസ് അതുപോലെ തന്നെ ഗവേഷക വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലുള്ള വായനകളുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. പുസ്തക വായന വളരെ വർധനവും വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മതപണ്ഡിതന്റെ പക്കൽ നിന്ന് വരുന്ന ഒരു പുസ്തകം പോലെ തന്നെ അല്ല ഈ പുസ്തകത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, വായിക്കാൻ കഴിയുമ്പോൾ. അതായത് ആധുനിക കാലഘട്ടത്തിൽ എഴുതുന്ന ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എഴുതുന്ന പല നോവലുകളും പല യാത്രാ വിവരണങ്ങളും അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദിന്റെ പ്രത്യേകിച്ച് ഒരു ഫൈസി അതുപോലെ തന്നെ ഈ മത കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളും നമ്മുടെ ഈ ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും വായിക്കാനോ നോക്കാനോ താല്പര്യം കാണിക്കാറില്ല. പക്ഷെ ഈ പുസ്തകത്തിന്റെ 1-ാം വാള്യത്തിന്റെ ചില പേജുകൾ മാത്രം വായിച്ചപ്പോൾ നമുക്കതിനോട് വല്ലാത്ത ഇഷ്ടം, വായിക്കാൻ വല്ലാത്തൊരു പ്രേരണ, ഒരു മതകീയ പുസ്തകത്തിൽ നിന്ന് അതീതമായിട്ട് ആധുനിക കാലത്ത് നമ്മളെപ്പോലെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജനറേഷൻ തെരഞ്ഞു നടക്കുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ, ഒരു വായന സംവിധാനം. അതിലേക്ക് ഇത്രയും കാലം മുന്നേ ഒരു 1-ാം വാളി ഇറക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യത്തിനെ ഉസ്താദിനെ വല്ലതും സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അതെ, പ്രിയപ്പെട്ട ഫായിസിന്റെ നല്ല ചിന്തകളെ കൊണ്ടാണ് അത്തരമൊരു പ്രശംസ പറയുന്നത്. ആമുഖമായി പറയട്ടെ മോനെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ സമീപിക്കാൻ അറിവും പക്വതയും കുറഞ്ഞ എന്നെപ്പോലുള്ളവര് ഞാൻ വളരെയധികം ഭയപ്പാടിലാണ്. കാരണം എത്ര തന്നെ വായിച്ചാലും പഠിച്ചാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിയണം, സത്യസന്ധമായി തീരണം. അവലംബിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അബദ്ധങ്ങൾ വന്നാൽ അത് നാം ഏറ്റുപിടിച്ച് നാമും അത് പ്രചരിപ്പിക്കുന്നവരായി മാറും. ഈ ഒരു ആശങ്കയാണ് പലപ്പോഴും അക്ഷരങ്ങളിലൂടെ വായനയിലൂടെ പഠിക്കുമ്പോ ഉണ്ടാകുന്ന പ്രതിസന്ധി. പിന്നെ നമ്മുടെ കഴിയുന്ന പോലെ സൂക്ഷ്മത പുലർത്തി എഴുതുന്നു, പഠിക്കുന്നു, പറയുന്നു. ഇനിയുള്ള കുറവുകൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരണം. ഒന്നാമത്. 2, മലയാളികളായ വായനക്കാർക്കും കേൾവിക്കാർക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദ ജീവചരിത്രം എവിടെ കിട്ടും? ഈ ഒരു അവലംബങ്ങൾ കിട്ടാതെ 1-2 കിതാബ് പുസ്തകം ഇവിടുന്നും മാത്രം ലഭിക്കുന്നവരാണ്. മറിച്ച് 15 വർഷത്തോളായി ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു. ഏകദേശം 400-ലധികം പ്രസാദനം ചെയ്യപ്പെട്ട അവലംബ ഗ്രന്ഥങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ആധുനിക മീഡിയകളിലൂടെ ലഭിക്കുന്ന CD-കളിലൂടെ മക്തബത്തു ഷാമിലയിലൂടെ ഒക്കെ ലഭിക്കുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ 1-2 വോള്യങ്ങളിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ അവലംബാണ്. ഈ വിഷയത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഗ്രന്ഥമായി ഇന്ന് സമകാലീന പണ്ഡിതന്മാരൊക്കെ ആധാരമായി സ്വീകരിക്കുന്നത് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്ന അസ്വാലിഹു ഷാമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ 10-14 വോള്യമുള്ള കിതാബാണ് സുബുലുൽ ഹുദാ വറഷാദ് ഫീ ഹദി ഖൈരിൽ ഇബാദ്. ഇത് പണ്ഡിതന്മാരൊക്കെ ആ ഗ്രന്ഥത്തെ അവലംബിക്കുമ്പോൾ മറ്റ് പല ചെറിയ ഗ്രന്ഥങ്ങളെയും വായിക്കേണ്ട ആവശ്യം വരില്ല. 1000-ഓളം അവലംബ ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സുബുലുൽ ഹുദാ വറഷാദ് വന്നത്. അത് വളരെ തുടക്കത്തിലെ കാണാനും പഠിക്കാനുള്ള ഭാഗ്യം ഈ വിനീതനുണ്ടായി പഠന കാലഘട്ടത്തിലൊക്കെ. അതായത് ഏകദേശം ഒരു 85-ന് ശേഷം തന്നെ ഇതിന്റെ റെഫറൻസ്, കാരണം ദശദിന പ്രഭാഷണങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുരസ്കരിച്ച് പല ഭാഗത്തും നടത്തി. ദശദിന പ്രഭാഷണം തന്നെ ചുരുങ്ങിയത് ഒരു 10-20 സ്ഥലത്തൊക്കെ നടത്തി.